നിശാന്ത് ഗാർഡനിൽ നമ്മളെത്തി. ഇപ്പോൾ ഇവിടെ ഉള്ള മുന്നിലുള്ള ലേക്കിലും മുഴുവൻ അഴുക്കാണ്. അതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. ഇനി നമുക്ക് മുൾഗാർഡനിലേക്ക് പോകാം. ഇത് ശരിക്കും 17th സെഞ്ചുറിയിൽ പണിതാണ്. ഷാജഹാൻ്റെ ഭാര്യയായ നൂർജഹാൻ്റെ ബ്രദർ ആസിഫ് ഖാനാണ് ഇത് പണിതത് എന്ന് പറയുന്നു. ഞാൻ വെക്കുന്നത് മുഗൾ ഗാർഡൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ നിഷാദ് ഗാർഡൻ എന്ന് പറയുന്ന ഗാർഡൻ്റെ മുമ്പിലാണ്. ഇത് 1633 പണിതതാണ്. 12 ടെറസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ പഴയതാണ്. 17th സെഞ്ചുറിയിലെ ഗാർഡനാണ് ശ്രീനഗറിലെ. നമുക്ക് നേരി കാണാം. ഇവിടെയും കയറാൻ ഉള്ള ഫീസ് 24 രൂപ തന്നെയാണ്. എല്ലായിടത്തും 24 രൂപയാണ്. ഏത് ഗാർഡനും കയറി 24 രൂപയാണ് അവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കും വേണമെങ്കിൽ കയറാൻ അവസരം. ഞാനും അങ്ങനെ കയറി. കുറച്ച് പേര് അത് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാലും ക്യൂ വരച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേ നമ്മൾ ഇവിടെ ഒരു എക്സിറ്റും ഇന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കാശ്മീരിലെ 2nd ലാർജസ്റ്റ് മോൾ ഗാർഡനാണ്. ഇതിലൊരു ചെറിയൊരു കഥയുണ്ട്. ഇത് ആസിഫ് ഖാൻ പണിതെന്ന് ഞാൻ പറഞ്ഞു. ആസിഫ് ഖാൻ പണിതപ്പോൾ ഷാജഹാൻ ആസിഫ് ഖാൻ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഷാജഹാൻ ഓർത്ത് ഇയാൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ആസിഫ് ഖാൻ കൊടുത്തില്ല. കൊടുക്കാണ്ടിരുന്നപ്പോൾ ഷാജഹാൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കുള്ള വാട്ടർ സപ്ലൈ കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആസിഫ് ഖാൻ്റെ ഒരു സേവകൻ ഷാജഹാൻ്റെ ഓർഡർ മാനിക്കാതെ തുറന്നു കൊടുത്തു. അത് ഷാജഹാൻ അറിഞ്ഞു. പക്ഷേ ക്ഷമിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം നൂർജഹാൻ്റെ ബ്രദറാണല്ലോ. നമുക്കറിയാം നൂർജഹാന് വേണ്ടിയിട്ടാണ് നമ്മൾ താജ്മഹൽ വരെ പുള്ളി ഉണ്ടാക്കിയത്. ഇങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന ഒരു കവാടമുണ്ട്. നിഷസാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ രാത്രി ദീപങ്ങൾ വെച്ചാൽ, പണ്ടവിടെ ദീപങ്ങൾ വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി നല്ല രസമായിരിക്കും. ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പടികൾ കയറി വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് പോകാൻ. ഇതൊരു 42 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. ബാക്കിൽ ബാക്ക് ഡ്രോപ്പ് കാണുന്നത് സബർബാൻ മൗണ്ടനാണ്. അതാണ് ശരിക്കും ഇതിൻ്റെ ബ്യൂട്ടി. ഈ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന ആ ബാക്ക്ഗ്രൗണ്ടാണ് ശരിക്കും ഇതിൽ ഏറ്റവും എനിക്കിഷ്ടമായത്. ഗാർഡൻ അസിറ്റീസ് കൊള്ളാം, പക്ഷേ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു മൗണ്ടൻ ഉള്ള കാരണമാണ് അത് ഏറ്റവും രസം. ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഈ മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൻ്റെ ഏറ്റവും മുകളിൽ, ഈ എല്ലാ ഗാർഡൻ്റെയും മുകളിലൊരു ചേമ്പർ ഉണ്ടാവും. വാട്ടർ ചേമ്പറിൽ അവർ വെള്ളം ശേഖരിച്ചിട്ട് അവിടെ നിന്ന് തുറന്ന് വിടുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഗ്രാവിറ്റിയിൽ അടിയിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ആദ്യം കാണിച്ച് ഞാൻ കുറച്ച് ഒരു ലേക്ക് പോലെ കാണിച്ചില്ലേ, അങ്ങോട്ടേക്കാണ് ഇതെല്ലാം ഒഴുകി പോകുന്നത്. ഈ റോഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒഴുകി പോകുന്നത്. അവിടെ എത്തുമ്പോഴേക്കും വെള്ളമൊക്കെ മലിനമാവും. അതാണ് അത് വളരെ ഡർട്ടിയായിട്ട് കണ്ടത് നമ്മൾ. പഴയ കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കാം. ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് അത്ര ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. എനിവേ മുഗൾ ഗാർഡൻ്റെ എല്ലാ സിസ്റ്റം എന്ന പോലെ തന്നെ നടുക്കടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ടായിരിക്കും. അതിൽ ഫൗണ്ടൻ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 12 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ 12 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 12 തട്ടിലും ഓരോരോ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന കല്ലുകളൊക്കെ ആ കാലത്തിൽ, അന്ധകാലത്തിൽ അടുക്കി വെച്ചാണെന്ന് മനസ്സിലാക്കുക. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഇവിടെ ഇപ്പോൾ വെള്ളമുണ്ട്. ഈ നിഷാദ് ഗാർഡൻ എന്ന സ്ഥലത്ത് വെള്ളമുണ്ട്. സാധാരണ ഇപ്പോൾ ഇവിടെയുള്ള ബാക്കി ഗാർഡനിലൊന്നും വെള്ളം കാണാറില്ല. വെള്ളം സ്കേഴ്സിറ്റിയിലാണ് ഇപ്പോൾ ശരിക്കും. ഈ വെള്ളം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വെള്ളം അത്ര നല്ല വെള്ളമല്ല. ഇതിൻ്റെ കുടിക്കരുതെന്നൊക്കെ പറഞ്ഞ് പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇത് കുടിക്കുമായിരിക്കും. ഇതിൽ കുളിക്കുന്നുണ്ട് കുറേ പിള്ളേർ. അതാണ് രസം. കുടിച്ചില്ലെങ്കിലും കുളിക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞാലൊക്കെ എഫക്റ്റ് ഒന്നും തന്നെ. ഈ ഫൗണ്ടൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും രസം. അതായത് പഴയ കാലത്ത് ഈ ഫൗണ്ടനിൽ കൂടെ വെള്ളം എങ്ങനെ വന്നു, ഒരു പൈപ്പ് വെച്ചിട്ട് ക്യാപിറ്റലേഷൻ വഴി വരുന്നത് തന്നെ ആയിരിക്കും. അതൊക്കെ നല്ല രസമുള്ള ഐഡിയ ആണ്. ആ കാലഘട്ടത്തിൽ 17ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവർ മെയിൻ്റനൻസ് നടത്തുന്നുണ്ട്. കൂടെ തുറന്നും കൊടുത്തിട്ടുണ്ട്. 24 റുപ്പീസ് വെച്ച് എല്ലാവരും വാങ്ങിക്കുന്നതെന്ന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം. മെയിൻ്റനൻസ് വളരെ അത്യാവശ്യ കാര്യമാണ് എല്ലാ ഗാർഡനും. ജഹാംഗീറും അങ്ങനെയുള്ള മുഗൾ ചക്രവർത്തിമാരൊക്കെ കുറേ നടന്ന സ്ഥലമാണിത്. ഔറംഗസീബ് വരെ നടന്നിട്ടുണ്ടാവാം. സോ അവർ ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ അന്നത്തെ മിടുക്കന്മാരെ ആർക്കിടെക്ട്സോ ആരെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തതായിരിക്കും. പക്ഷേ ഇവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് മാത്രം. സോ ഇവർ ഇതിക്കടെ സായം സന്ധ്യകളിൽ രാവിലെയും ഒക്കെ നടന്നു പോയിട്ടുണ്ടാവാം. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ഒരു മുഗൾ ആർക്കിടെക്ചർ പിന്നെ ഗാർഡനിങ്ങും എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇവരുടെ സിസ്റ്റം സെൻറ്ററിൽ കൂടെ ഒരു വാട്ടർ ഫ്ലോ ഉണ്ടാവും. പിന്നെ കുറച്ച് ഫൗണ്ടൻസ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടായിരിക്കാം ഈ പലതരത്തിലുള്ള ഫ്ലവർ ബെഡ്സും മരങ്ങളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഓരോ കല്ലുകളും അടക്കി വെച്ചത് മരിച്ചുപോയ ആൾക്കാരാണ്. പണ്ട് 17th സെഞ്ചുറിയിൽ ജീവിച്ച ആൾക്കാർ പണിതാകുമ്പോൾ ഈ പണിത് ഒരാൾ പോലും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പുരാതനമായ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് മനസ്സിലാക്കാം. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ എന്ന് കവി പാടിയത് വെറുതെയല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ്. ഇവൻ നമ്മുടെ കേരളം ഇതുപോലൊക്കെ തന്നെയാണ്. ഇതിനേക്കാളും ബെസ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം കിട്ടില്ലെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആക്കാമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കില്ല എന്നുള്ള കാര്യം വേറെ. ഇതെല്ലാം പഴയ നിർമ്മിതി തന്നെയാണ്. ഇത് ഒരു പക്ഷേ ക്യാസ്റ്റ് ആയിരിക്കാം. ക്യാസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ചെയ്തിരിക്കുന്നതെല്ലാം. ഇത് ചെടിയുടെ ഭംഗിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സൈഡിൽ ഓടിച്ചെന്ന് മാത്രം.
ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളവും ചെടികളും പൂക്കളും നിറഞ്ഞ ഒരു ഗാർഡൻ. അതായിരിക്കും മുഗൾ ആർക്കിടെക്ചറിൻ്റെ അല്ലെങ്കിൽ മുഗൾ ലാൻഡ്സ്കേപ്പിൻ്റെയൊക്കെ ഗുണം. പൂക്കൾ അധികം ഇല്ലെങ്കിലും കുറേ കാലം നിൽക്കുന്ന ചെടികൾ, അവർ പെട്ടെന്നൊന്നും പോവില്ല, അവർ ഫുൾ ഇയറിൽ നിൽക്കുന്ന ചെടികൾ എന്ന് തന്നെ പറയണം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ മറന്നുപോയി. കുറച്ച് കാലത്തേക്ക് ഉണ്ടാകുന്നതല്ല. ഈ മരങ്ങൾ പോലും വലുതായി നിന്നാൽ പോലും വെറുതെ നിന്നാൽ പോലും ഭംഗിയുള്ള മരങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചുമ്മാ ഒരു നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് ഇലയുള്ളൊരു മരം വന്നു എന്നുള്ളതല്ല, അതിലൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇത് അവിടുത്തെ ഒരു കുളമാണ്. കുറേ കുട്ടികളവിടെ കുളിക്കണ ഞാൻ കണ്ടു. വെള്ളമാണെങ്കിൽ ഒന്നിനും കൊള്ളില്ല, വെള്ളം വളരെ മോശമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഈ വെള്ളം ഇത്ര മോശമാകാൻ കാരണം. മുകളിലാണ് ശരിക്കും വാട്ടർ ചേമ്പർ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി അടിയിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ, വിത്തൗട്ട് എനി ഫിൽട്രേഷൻ. പഴയ സിസ്റ്റം തന്നെ. പണ്ട് ഫിൽട്രേഷൻ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഇപ്പോൾ എന്തായാലും ഇതിലില്ലാന്ന് എനിക്ക് വെള്ളം കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഇവന്മാർ ചാടി കുളിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ. അന്നത്തെ ആ ഒരു മതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തും നിഷുണ്ട്. ഈ നിഷിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും വൈകുന്നേരം രാത്രി വെട്ടം വരാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവർ ദീപങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പന്തം കൊളുത്തി വെക്കണമൊക്കെ അതിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളായിരിക്കാം. പിന്നെ അവിടെ നിന്ന് ഒളിച്ച് നിൽക്കുകയും ചെയ്യാം, മുകളിൽ നോക്കി കാണുകയും ചെയ്യില്ല, വെളിച്ചവും കിട്ടും. ആ ഒരു സിസ്റ്റമാണ്. അത് ആർക്കായിട്ടുള്ളൊരു നിഷാണ് ഈ കാണുന്നതല്ല. ഇതിൻ്റെ ഉള്ളിലുണ്ട്, രണ്ട് സൈഡിലുണ്ട് നിഷുകൾ. അവിടെ 5 എന്ന് എഴുതിയിട്ടുണ്ട്. മിക്കവാറും ഒരു മലയാളി ആവാനാണ് സാധ്യത. നമ്മുടെ ആൾക്കാർക്ക് എല്ലായിടത്തും പോയ പ്രശ്നമാണ്. ഞാനിവിടെ മലയാളീസ് ആർത്ത് വിളിച്ച് നടക്കണേ കണ്ടു. വേറെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് അവരെന്നെ ചോദിക്കുന്നുണ്ട് വേറെ മലയാളി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് വാട്ടർ ചേമ്പർ വരുന്നത്. ഇവിടെയും വലിയ വലിയ മരങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 12ാം നൂറ്റാണ്ടിലുണ്ടായ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാം. അത്തരം കാലപ്പഴക്കമുള്ള മരങ്ങളൊക്കെ ഇപ്പോഴും കാണും ഇവിടെ. അപ്പോൾ ആ മരങ്ങളൊക്കെ എത്ര പേരെ കണ്ടു എന്നുള്ളത് വേറെ കാര്യം. ഇതാണ് ഇവിടുന്ന് ഏറ്റവും മുകളിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂ. 12 തട്ടായിട്ടാണ്, ടെറസായിട്ടാണ് അടിയിലേക്ക് പോയിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നമ്മളിപ്പോൾ കണ്ടതിനാണ് വെള്ളം വന്നത്. അവിടെ എങ്ങനെ വെള്ളം കയറി എന്നുള്ളത് ആലോചിക്കുന്നത്. അന്ന് ആ കാലത്ത് മോട്ടറൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി അവിടെ വെള്ളം നിറച്ചിട്ട് അടിയിലേക്ക് വീഴിക്കുന്നതാണോ ഗ്രാവിറ്റിയിൽ വീഴിക്കുന്നതാണോ എന്നറിയില്ല. ഒന്ന് പോയി നോക്കാം. വെള്ളം മുകളിൽ കുറവാണ്. ഇവിടെ നിന്നാണ് ചേംബർ ഉള്ളത്. ഈ ചേംബറിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഇതിൻ്റെ അടിയിലായിരിക്കും മിക്കവാറും ചേംബർ. ഫുള്ള് വെള്ളമായിരിക്കും. ആ വെള്ളം പക്ഷേ അഴുക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാം, വെള്ളമെല്ലാം കാണാം. അഴുക്ക് വെള്ളം തന്നെയാണ്. ഇവിടെ ഫിൽട്രേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നിന്നാണ് അടിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അത് അടച്ചിട്ടിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുകളിൽ മല തന്നെയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഉറവ ഇങ്ങോട്ടേക്ക് ചാനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇവിടെ നിറച്ചിട്ട് ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകും. അപ്പോൾ ഗ്രാവിറ്റിയിൽ തന്നെ ഒഴുകി പോയിക്കോളും. വെള്ളം മുകളിലേക്ക് സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, പമ്പിൻ്റെ പോലെ ആവശ്യമില്ല. പിന്നെ അന്നത്തെ മിടുക്കന്മാരായ എഞ്ചിനീയേഴ്സ് ചെയ്തേക്കുന്ന പണി കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം ഈ ഫൗണ്ടൻ ഉണ്ടാക്കിയത് ആ ഒരു ഏരിയയിൽ മാത്രം സെപ്പറേറ്റ് പൈപ്പ് കൊടുത്തിട്ടായിരിക്കാം. അപ്പോൾ ക്യാപിലറി ആക്ഷനിൽ തന്നെ കയറി പോന്നിട്ട് ഫൗണ്ടൻ പോലെ ആവുന്നു. ആ ഒരു സിസ്റ്റം നല്ല രസമുണ്ട്. കാരണം ഒന്നുമില്ലാത്ത ഒരു മോട്ടറൈസ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ലാത്ത സമയത്ത് അവരാ ചെയ്തതിൽ ശരിക്കും അവരെന്തിനർഹമാണ് തന്നെയാണ്. നടന്നു പോയപ്പോൾ ഒരു വളരെ ചെറിയൊരു കുഞ്ഞി പൂവ് മാത്രമായിട്ട് നിൽക്കണം കണ്ടു. ഇത്രയും വലിയ പൂക്കളിടയ്ക്ക് ഇയാൾ നിൽക്കുമ്പോൾ അയാളൊന്ന് ബഹുമാനിക്കണമല്ലോ. കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ട് നോക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലായത് ഈ കാണുന്ന കുഴിയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ പ്രത്യക്ഷം നോക്കി അവിടെ സ്റ്റെപ്പൊന്നും കാണില്ല, അപ്പുറം നോക്കിയാലൊന്നും കാണില്ല. ഒരു ഒറ്റ ഓട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ പക്ഷേ സ്റ്റെപ്പ് കൺസീൽഡാണ്. സോ നിശാന്ത് ഗാർഡൻ വിടേണ്ട സമയമായി. ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ഇനി എനിക്ക് ഷാലിമാർ ഗാർഡനിലൊക്കെ പോകാനുണ്ട്. അതും ഒരു മുഗൾ ഗാർഡൻ തന്നെയാണ്. സോ ഇവിടുന്ന് പുറത്തേക്കുള്ള വഴിയിലെത്തി. ഞാൻ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഷാലിമാർ ഗാർഡനിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഷാലിമാർ ഗാർഡനിലെത്തി. ഇതും ഈ പറഞ്ഞ പോലെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വെള്ളം പോകുന്നുണ്ട്. അപ്പുറത്തൊരു കനാൽ പോലെ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അത് കണ്ട് ഉള്ളിൽ കയറിയത്. ഇവിടെ 24 രൂപ തന്നെ കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറേണ്ടത്. ഇത് പണിതത് ജഹാംഗീറാണ്. ഇത് അതിനു മുമ്പ് ഒരു പുരാതനമായൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ജഹാംഗീർ അത് ഭാര്യനെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിലൈറ്റ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാൻ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മെയിൻ പരിപാടികൾ ഗാർഡൻ എക്സ്റ്റെൻഡ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ നല്ല ഗാർഡൻ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളൊരു മഹാസംഭവം ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ നല്ലതായിട്ട് തന്നെ കാണണം. കാരണം അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു കയറി വരാൻ പറ്റുക. ഈ ഒരു പുരാതനമായ മുഗൾ ഗാർഡനിൽ അല്ലെങ്കിൽ ഷാലിമാർ ഗാർഡനിൽ ഇവിടെ നമുക്ക് മഞ്ഞയും വെള്ളയുമായ ആ പഴയതല്ല ഇന്ന് രാവിലെ കണ്ട ആ പൂക്കൾ നമുക്ക് കാണാൻ പറ്റി, മരങ്ങൾ കാണാൻ പറ്റി. അത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഇതും വേറൊരു മുഗൾ ഗാർഡനാണ്, ഷാലിമാർ ഗാർഡൻ എന്നറിയപ്പെടും. ജഹാംഗീർ ഉണ്ടാക്കിയതാണ് 1641-42. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയ്ക്കുണ്ടെന്ന് തോന്നുന്നു. മൂന്നാമത്തെ രണ്ടാമത്തെ ആരെങ്കിലും ആവട്ടെ.
പിന്നെ ജഹാംഗീറിന് ഷാജഹാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഷാജഹാൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നാണ് പറയുന്നത്. ഷാജഹാനും വൈഫൊക്കെ വരുമ്പോൾ ഇവിടെയാണ് അധികം കൂടുതൽ സമയം വരാറെന്ന് പറയുന്നു. ഇതും ഒരു 30 ഏക്കറിലോ അങ്ങനെ കണ്ടുള്ള സ്ഥലങ്ങളാണ്. എല്ലാം ഈ മുഗൾ രാജാക്കന്മാരുണ്ടാക്കിയാണ്, മുഗൾ ആർക്കിടെക്ചർ തന്നെയാണ്. ഷാലിമാർ ഇത് കുറച്ചുകൂടി ഫേമസ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട മുഗൾ ഗാർഡനേക്കാളും നിഷാദിനേക്കാളും കുറച്ചും കൂടെ ഫേമസ് ആയ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഷാലിമാർ. ഇതും എല്ലാം സെയിം ടൈപ്പ് തന്നെ, മുഗൾ ആർക്കിടെക്ചർ തന്നെ, മുഗൾ സ്റ്റൈലിലുള്ള ഗാർഡൻ. നടുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫൗണ്ടനും ചെറിയൊരു നാലിയൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. നമുക്കൊന്ന് കാണാം. നൂറ്റാണ്ടുകളുടെ കഥ പറയാൻ ഉണ്ടാകും ഈ ഗാർഡന് ഓരോന്നിനും. അല്ലെങ്കിൽ ഇവിടുത്തെ വയസ്സായ മരങ്ങൾക്ക്, ചില മരങ്ങളൊക്കെ 300, 400, 500 വർഷം ജീവിക്കുന്ന മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാകാം. അവരൊക്കെ എത്ര കാഴ്ചകളുണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ റീസ്റ്റോറേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു കവാടത്തിൽ അവർ ഇതിൻ്റെ മേൽക്കൂര ആദ്യം പലക വെച്ച് ചെയ്യുന്നു, പിന്നെ ടിൻ ഷീറ്റ് ഇടുന്നു, പിന്നെ അതിൻ്റെ മുകളിൽ പലക വെച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഈ ബ്രിക്സൊക്കെ പഴയ കാലത്ത് ചക്രവർത്തിയുടെ കാലത്ത് ചെയ്തതിനായിരിക്കാം. പിന്നെ ബാക്കിയെല്ലാം പുതിയ കാലത്ത് ആഡ് ഓൺ ചെയ്തതായിരിക്കാം. മുഗൾ ഗാർഡൻ്റെ ഭംഗി ഇപ്പോൾ ഇവിടെ മുകളിൽ കണ്ടില്ലേ, ഒരു അറബി അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, 2 സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം. സോ എന്തെങ്കിലുമൊക്കെ ഒരു പുരാതനമായ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ അതേപോലെ തന്നെ നിൽക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതും ഇതിൻ്റെ നടുക്കിടെ ഒരു ജലധാര പോകുന്നുണ്ട്. പക്ഷേ അതിൽ ജലമില്ല എന്ന് മാത്രം, അതായത് വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീസ്റ്റോറേഷൻ വർക്കാരും ചിലപ്പോൾ അവർ വെള്ളം നിർത്തി വെച്ചേക്കാനാണ് സാധ്യത. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം വന്ന പ്രശ്നമാണല്ലോ, അതുകൊണ്ടായിരിക്കാം മിക്കവാറും. എനിവേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഷാലിമാർ ഗാർഡൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഫൗണ്ടൻ്റെയും ബാക്ക് സൈഡിൽ ഉള്ള വാളിൽ നിഷസ് ഉണ്ടാവും. ഈ നിഷസിൽ രാത്രി ആകുമ്പോൾ ദീപം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ കത്തിച്ച് ലാമ്പ് വയ്ക്കാറുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് രാത്രി വെള്ളം വീഴുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അത് ഷാലിമാറിൽ ഈ മുഗൾ ആർക്കിടെക്ചറുള്ള ഈ ഒരു പർട്ടിക്കുലർ ഗാർഡനിൽ മാത്രമാണ് അങ്ങനെ കാണുന്നതെന്ന് പറയുന്നു. എൻ്റെ ബാക്കി കാണുന്ന ഇതാണ് ഈ നിഷ് എന്ന് പറഞ്ഞത്. ഈ എല്ലാം നിഷാണ്. ഈ നിഷിൻ്റെ ഉള്ളിൽ നമ്മൾ ലാമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബൾബൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം വിടുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. അതാണ് ഈ ഒരു ഷാലിമാർ ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയപ്പെടുന്നത്.
ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കുക, ഇതിന് ചുറ്റും ശരിക്കും വെള്ളം വരുവാണെങ്കിൽ ഇതെല്ലാം ഫൗണ്ടറാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിറയുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും നടന്നു പോകാൻ തന്നെ നല്ല കുളിരായിരിക്കും. പക്ഷെ ഇപ്പോൾ തൽക്കാലം വെള്ളമൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ പാവപ്പെട്ട ടിപ്പു സുൽത്താൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും കാണാൻ പറ്റില്ല. വലിയ ഒരു കോട്ടയൊന്നും ആയിരുന്നില്ല, ചെറിയൊരു കോട്ടയാണ്. നമ്മുടെ ഇപ്പോൾ സാധാരണ ഒരാൾ ഒരു വലിയ മണിമാളിക എന്ന് പറയപ്പെടുന്ന അത്രയൊന്നുമില്ല, അങ്ങനെ ഒരു വീടായിരുന്നു, ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയുന്നൊരു സ്ഥലമായിരുന്നു ടിപ്പു സുൽത്താൻ്റേത്. ചുറ്റും ഇതിൻ്റെയൊക്കെ പകുതിയുള്ളൊരു ഉദ്യാനം മാത്രമേ ഉള്ളൂ. പക്ഷേ മുഗൾ രാജാക്കന്മാർ ചക്രവർത്തിമാരായിരുന്നു. അവർ ഭാരതം മുഴുവനും ഭരിച്ച ആൾക്കാരായിരുന്നു. സോ അവരുടെ വെൽത്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ വെൽത്ത് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ലക്ഷറിയസ് വേ ഓഫ് ലിവിങ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്നത്തെ ആൾക്കാർക്ക് കുടിൽ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ ആൾക്കാരെയൊക്കെ കൊള്ളയടിച്ച് അവിടെ നിന്ന് കിട്ടിയ കാശുകൊണ്ട് അവർക്ക് മാത്രം സൂക്ഷിക്കാൻ പറ്റിയ, അവർക്ക് വേണ്ടി മാത്രം നടക്കാൻ പറ്റിയ ഒരു ഗാർഡൻ ആയിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ അക്ബർ ദ ഗ്രേറ്റ് അങ്ങനെ പല ഗ്രേറ്റുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രേറ്റ് ഒന്നുമല്ല, ചരിത്രകാരന്മാർ വെറുതെ എഴുതി വെച്ചേക്കാണ്. ഗ്രേറ്റ് എന്ന ആസ്പെക്റ്റിൽ അവർ രാജാവായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു, ചിലപ്പോൾ ചില നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഗ്രേറ്റ് എന്ന് പറയാൻ പാകത്തിനുള്ള വ്യാപ്തിയൊന്നും ഇവന്മാർക്ക് ആർക്കും ഇല്ല എന്നുള്ള സത്യം. ശരിക്കും ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയേണ്ടത് സയൻറ്റിസ്റ്റുകളെയും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനൊക്കെയാണ്. നമ്മുടെ ഈ 15ഉം 17 നൂറ്റാണ്ടിൽ നിന്നൊക്കെ ഇപ്പോൾ 21, 22, 24 നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ മാറ്റം കൊണ്ടുവരുന്നത് ഈ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും പിന്നെ ഡോക്ടേഴ്സും ഇവരെ കൂടിയിട്ടാണ്. ഈ സർവീസ് കാറ്റഗറിയാണ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടിരിക്കേണ്ടത്. അതിൽ തന്നെ കുറച്ച് പേരായിരിക്കും മിടുക്കന്മാർ, അവരായിരിക്കും ഇൻവെൻഷനൊക്കെ നടത്തിയത്. നടത്തിയ അവരെയാണ് ശരിക്കും നമുക്കൊക്കെ ഗ്രേറ്റ് വിളിക്കേണ്ടത്. പക്ഷേ നമ്മളൊരു സയൻസിനെ പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതാണ് ശരിക്കും റിയലി പറയേണ്ടത്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ തൊട്ട് അങ്ങനെ ടെസ്ല ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതും അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയേണ്ടത്. നമ്മളിപ്പോഴും സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഈവൻ നമ്മുടെ എവല്യൂഷൻ പോലും പഠിപ്പിക്കുന്നില്ല. എവല്യൂഷൻ വളരെ മസ്റ്റായി പഠിക്കേണ്ട കാര്യമാണ്, പക്ഷേ അതുപോലും പഠിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്ററി നോക്കി ഈ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ മോഡിയിലേക്കുള്ള എവല്യൂഷൻ എങ്ങനെയാണെന്ന് ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ജനാധിപത്യം എന്നുള്ള ഒരു മൂല്യം വന്ന പിന്നെയാണ് നമുക്കെല്ലാവർക്കും ഇതേപോലെ ഇവന്മാരെ ഗാർഡൻ്റെ ഉള്ളിൽ കിടക്കുക. ഇതൊക്കെ അവരുടെ പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു. അപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിൽ കിടക്കാൻ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റിയത് പോലും ഈ ജനാധിപത്യം വന്ന കാരണമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അധ്വാനിക്കുകയും കാശ് ഒഴുക്കുകയൊക്കെ ചെയ്യുന്നു, രക്തം ഒഴുക്കുകയും ചെയ്യുന്നു. ഇവർ മാത്രം ചക്രവർത്തി എന്ന പേരിൽ സൂര്യോലോകത്തിൽ ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അന്ത്യമാണ് നമ്മൾ പിന്നെ കണ്ടത്. നമ്മൾ ഇഷാൻ ഗാർഡനെ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ഈ മുഗൾ ഗാർഡനായ ഷാലിമാർ ഗാർഡനുള്ളത്. ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്ത് അതിൻ്റെ അടിയിൽ നമുക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാൻ പറ്റും ഒരു ചെറിയ കുഴി പോലെ. അവിടെ അതിൻ്റെ അപ്പുറത്ത് മലയാണ്. ഈ മലയിൽ നിന്ന് തന്നെ വെള്ളം ഇവിടെ അതിൽ ചാനലൈസ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സെൻട്രൽ ലൈനിൽ കൂടെ തന്നെ ഓടിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ പോയി അത് പല ഫൗണ്ടനായിട്ട് മാറുന്നു. സെയിം സിസ്റ്റം തന്നെയാണ് മുഗൾ സിസ്റ്റം. പക്ഷേ ആ കാലഘട്ടത്തെ ഈ വിദ്യ അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുള്ള ആ ഒരു എഞ്ചിനീയർ, അയാളുടെ പേരുപോലും നമുക്കറിയില്ല, പക്ഷേ ഈ ഷാജഹാൻ ജഹാംഗീർക്ക് അറിയുള്ളൂ. പക്ഷേ ആ എഞ്ചിനീയറെയാണ് ശരിക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രശംസ അറിയിക്കുന്ന അദ്ദേഹം മാത്രമാണ്. ഈ ഒരു സിസ്റ്റം വളരെ ആ കാലത്ത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസം.